ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എറണാകുളം പോയതായിരുന്നു. അപ്പോഴത്തേക്ക് ലുലുവിൽ പോകാമെന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു പർപ്പസിന് വേണ്ടി നമ്മൾ വന്നതായിരുന്നു. പക്ഷേ എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് മെട്രോ ഒക്കെ കയറി. മെട്രോയിൽ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലുലുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഓടിച്ചാടി പോകുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും മേടിക്കാനുള്ള തിരക്കാണെന്ന്. പക്ഷെ ഒന്നുമല്ല, വെറുതെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നമ്മൾ നേരെ പോയത് ചിക്കനിലേക്കാണ്. സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. കാരണം ഇനി ഇത് കഴിച്ചിട്ട് വേണം ഹെവി ആയിട്ട് പുറത്തുനിന്ന് വേറെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മാത്രമേ പറഞ്ഞിട്ടുണ്ട്. അൺഹെൽത്തി ഫുഡാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് ഇത് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹെൽത്തി അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സോസൊക്കെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ മെട്രോ കയറി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിലത്ത് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നടക്കുന്നത്. ഒരാൾ എന്നേക്കാളും ഭയങ്കര സ്പീഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ ഐശ്വര്യ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ മലയാളം അങ്ങ് എത്തിയിട്ടുണ്ട്. ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് സദ്യ കഴിച്ച് വന്നിരിക്കുകയാണ്. സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല, നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മീൻചട്ടി എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. ഇതൊന്ന് ഗ്രാബ് മീറ്റ് ഒന്ന്, പിന്നെ തേങ്ങാപ്പീരിൻ്റെ ഇതോ അത് പച്ചമീൻ അടിച്ചത് പുളിപ്പുളി ഇത് മതിയോ? പീര പീര ഒന്ന്, പിന്നെന്താ ഒരു കർണ. ഇതെങ്ങനെ എത്ര പോർഷനാണ്? ഇതിങ്ങനെയാണ് കിട്ടുന്നത്, 2 പീസ് ഫ്രൈ ആയിട്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ആകെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3-4 ഐറ്റംസ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച മീൻകറി ഉണ്ട്. അതുപോലെ കക്ക വന്നിട്ടുണ്ടായിരുന്നു, ക്രാബിൻ്റെ മീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കൊഴുവ പീര കൂടിയായിരുന്നു പറഞ്ഞത്. എനിക്ക് കഴിച്ചതിൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയും അതുപോലെ തന്നെ ക്രാബ് മീറ്റും ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. തിരിച്ചിട്ടായിരുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ കക്ക ഇറച്ചിയാണ് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര കുഞ്ഞു പ്ലേറ്റിന് വരുന്നത് 80 രൂപയാണ്. അത് അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ക്വാണ്ടിറ്റി വളരെ കുറവാണ്, പക്ഷേ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവായ പോലെ തോന്നി. അതുപോലെ തന്നെ തേങ്ങാപ്പാലിട്ട മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ മീൽസിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ തന്നെയാണ്. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഏകദേശം കഴിച്ച് തീർത്തിട്ടുണ്ട്. കുറച്ച് ബാലൻസ് വന്നത് മറ്റേ കൊഴുവയായിരുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഒരാളൊക്കെ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം കഴിക്കാനാന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ 2 മീൻകുട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയായിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ ഒരു ഉറക്കമാണ് പതിവ്. അത്യാവശ്യം നല്ല രീതിക്ക് തലവേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇനി കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടീ ഹബിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു വണ്ടീൻ്റെ സെറ്റപ്പ് പോലെ ഉണ്ടാവും കാണുമ്പോൾ, പക്ഷേ അതിനകത്ത് ചായക്കട പോലെ സെറ്റപ്പായിരുന്നു. നമ്മളെപ്പോഴും എറണാകുളം പോയി വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇവിടെയാണ് കയറാറുള്ളത്. അവിടെ നിന്ന് കുറച്ച് രതീഷിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഉഷാറായിരുന്നു, പക്ഷേ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മൊത്തം കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില്ലുകൂട്ടി കിടന്ന് തന്നെ ഒരാളെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ നാളെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അവിടെ പുളിയിഞ്ചിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മാവേലിയും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് പൂവൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും